സാർ ഇപ്പോ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളുടെ വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രീതിയിൽ നമ്മൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓരോ നിമിഷവും ഒരു ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന വിഷയമാണ് കർണാടകയിലെ ഒരു മണ്ണിടിച്ചിലിൽ പെട്ടുകൊണ്ട് ഒരു നമ്മുടെ സഹോദരൻ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം 4-5 ദിവസങ്ങളോളമായി ഏതെങ്കിലും ഒരു കേരളത്തിന്റെ മന്ത്രിയോ MLA മാരോ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവിടെ നേരിട്ടൊന്ന് ചെന്ന് ആ വിഷയത്തിലൊന്ന് ഇടപെടാനായിട്ട് തയ്യാറാകാത്ത ആളുകളാണ്. വിദേശ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണാനുള്ള അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ അടക്കം വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള സംവിധാനം വേണമെന്ന് പറയും. തൊട്ടടുത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു അപകടം നടന്നിട്ട് ഒരു കേരളത്തിലെ ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ ഒരു അപകടത്തിൽപ്പെട്ട കുടുംബത്തെ പോലും സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതായത് നമുക്ക് ഇപ്പോ വിപിൻലാൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ് കേരളവും കർണാടകവും ഭരിക്കുന്നത്. ഒരേ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ ഭരിക്കുന്നു. വളരെ സൗഹാർദ്ദപരമായ ബന്ധങ്ങൾ ഈ കക്ഷികൾക്കിടയിലുണ്ട്. ഇനി അതൊന്നുമില്ലെങ്കിൽ അയൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ സ്വന്തം ജീവൻ അപകടത്തിലായ മലയാളിയെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇവിടുത്തെ ബാക്കി ഭരണാധികാരികൾക്കുമൊക്കെ ഇടപെടാവുന്ന കാര്യമാണ്. പക്ഷെ അവരതൊന്നും ചെയ്യുന്നില്ല. കാരണം അതിന് പോയാൽ 5 പൈസ തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനുള്ള യാതൊരു സാഹചര്യവും. വിദേശത്ത് എന്തെങ്കിലും ചെയ്തു പോയാൽ വിദേശത്ത് പോയതിന്റെ പേരിലുള്ള പല കാര്യങ്ങളും ചില വിദേശ താല്പര്യങ്ങളും ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയും. നേരെ മറിച്ച് കർണാടകത്തിലെ മണ്ണിടിച്ച സ്ഥലത്തേക്ക് പോയാൽ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. മാത്രമല്ല കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും ഒന്നിച്ച് പരിശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്നുകൂടി വന്നാൽ അത് ഈ 2 ഗവൺമെന്റുകൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഇവർ ആ വിഷയം കണ്ടില്ല എന്നടിക്കുകയാണ്. പാലസ്തീനിലെ വിഷയം ഇവർ വിടുകയല്ല, അതുപോലെ ഗാസയിലെ വിഷയം വിടുകയല്ല, ഇസ്രായേലിലെ വിഷയം വിടുകയല്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ത് നടന്നാലും ഇവിടെ വലിയ പ്രതികരണം ഉണ്ടാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും ഇവരെല്ലാവരും പ്രതികരിക്കും. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ അതും മണ്ണിടിച്ചിൽ പോലെ ദാരുണമായ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ യാതൊരു വിധത്തിലും ഭരണകൂടം അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് അതിൽ നിന്ന് യാതൊരു മുതലെടുപ്പും യാതൊരു ലാഭവുമില്ല. അതുകൊണ്ട് അവരത് അവഗണിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോ ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങേയറ്റ് വടക്കേ അറ്റത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ദാരുണമായ സംഭവങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അവിടെ കൊണ്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രി ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യം വരുമ്പോ നിശബ്ദനാകുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ മലയാളിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കേരളത്തിന്റെ ഭരണകൂടവും കേരളത്തിന്റെ പൊതുസമൂഹവും നിശബ്ദത പാലിക്കുമ്പോൾ മലയാളി അല്ലാത്തവരുടെ കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇപ്പൊ മണിപ്പൂർ വിഷയത്തിൽ വലിയ ജാഗ്രതയുണ്ട്. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെയൊക്കെ ജാഗ്രതയുണ്ട്. പക്ഷെ കേരളത്തിന്റെ അകത്തും കേരളത്തിന് തൊട്ടടുത്തുള്ള കർണാടകത്തിലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ യാതൊരുവിധ പ്രതികരണവുമില്ല, യാതൊരു ഭരണപരമായ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ അതനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഭരണകൂടം ചലിക്കുകയുള്ളൂ. ഇപ്പോ നമ്മുടെ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്താണ് ഇതുപോലെ തന്നെ ഒരു വിദേശത്ത് ഒരു ആക്രമണം നടന്നു. അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ഗുരുഗ്രാമിൽ സിഖ് മതവിശ്വാസികളുടെ ആരാധനാലയത്തിന് നേരെ ഒരു ആക്രമണം, ഒരു മലയാളിയായിരുന്നു അതിൽ പ്രധാനമായും പങ്കുവഹിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പോ അത് ഒരു മലയാളിയാണ്, അപ്പൊ അതിനെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ്. അറിവില്ല എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം ഇന്നേ വരെ ഒരു വാക്ക് വിദേശത്തേക്ക് പോയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളിൽ ചേർന്നിട്ടുള്ള ഇവിടെയുള്ള ചില മലയാളികളെ പറ്റിയിട്ട് ISIS അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനത്തിൽ പോയിട്ടുള്ള ആളുകൾ ഒരു അക്ഷരം പോലും കിട്ടാൻ ഇവിടെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോളം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പൊ ഈ നിലപാടെടുക്കുന്ന പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് തരത്തിലേക്ക് പ്രതീക്ഷിക്കും? അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ അത് ഫ്രാൻസിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ശ്രീലങ്കയിലോ എവിടെയാണെങ്കിലും ഇനി സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ആണെങ്കിലും തീവ്രവാദികളെ അന്വേഷിച്ച് ഇന്റർപോളോ ഇന്റർനാഷണൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് പോലീസുകളോ പ്രതിയെ പിടിക്കാൻ വരുന്നത് കേരളത്തിലെ കണ്ണൂരിലേക്കാണ്. പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്നതും കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്. അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് നിറഞ്ഞ
പാർട്ടി ഭരണകൂടത്തിന്റെ തണലിന് കീഴിൽ സുരക്ഷിതമായിരിക്കുന്ന ഒളിത്താവളങ്ങളിലാണ് രാജ്യമെമ്പാടും എന്നല്ല ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾ സുരക്ഷിതരായി താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ കഴിയുന്ന സിമി ക്യാമ്പുകൾ വാഗമൺ പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്നു എന്നുള്ളതിന് തെളിവുകളുണ്ടല്ലോ. അവിടെയൊക്കെ അറസ്റ്റ് നടന്നിട്ടുണ്ട്, കുറ്റവിചാരണ നടന്നിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ കുറ്റവിചാരണ നടത്തി പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കേസുകൾ പോലും കേരളത്തിലുള്ളപ്പോൾ ഏതാണ്ട് 200ഓളം പേര് വിദേശ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ 200ഓളം പേര് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യവും പകൽ പോലെ വ്യക്തമായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമാകുന്ന ഒരു കാര്യം ഇതാണ്: അന്താരാഷ്ട്ര രംഗത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചങ്ങാത്തത്തിലാണ്. അവർ തമ്മിൽ വളരെ വ്യക്തമായ ധാരണയുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് സ്വാധീനം കിട്ടാവുന്ന മേഖലകളിൽ വൻതോതിൽ വോട്ട് കിട്ടി ആ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ പിൻബലത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്നത്. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഈ കാര്യങ്ങൾക്ക് തിരുത്തൽ ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് കണ്ടെടുത്ത സ്റ്റീൽ ബോംബുകൾ അവിടുത്തെ ഒരു സ്ത്രീ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കണം, ഞങ്ങളുടെ പശുക്കൾക്ക് പുല്ലരിയാൻ പോകണം, ആ സമയത്ത് ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മരിച്ചു വീഴാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ പ്രവണതയ്ക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്നു എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ, ഒരു സ്ത്രീയുടെ ശബ്ദം കേരളം കേട്ടിട്ട് എന്തുണ്ടായി? കേരളം കേട്ടതായി നടിച്ചില്ല, കണ്ടതായി നടിച്ചില്ല, യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. എന്ന് പറയുമ്പോൾ ഈ ഭീകര ഭരണകൂടത്തിന് എതിരെ ശബ്ദിക്കാൻ കേരളത്തിൽ ആരും തയ്യാറില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലെയുള്ള ഈ മീഡിയയിൽ മാത്രമായിട്ട് ഈ ചർച്ച ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ ചർച്ച പൊതുസമൂഹത്തിലേക്ക് വരണം. ഇവിടെ പൊതുസമൂഹം പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം കിരാതമായ ഒരു ഭരണകൂടം ലോകമെമ്പാടുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഒളിത്താവളവും പരിശീലന കേന്ദ്രവും ഒരുക്കി അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്ത് അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുത്ത് ഭരണപരമായ സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭീകരവാദികളുടെ ഹാച്ചറിയാണ് കേരളം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഭീകരവാദികളെ അടയിരുത്തി വിരിയിച്ച് പുറത്തേക്ക് വിട്ട് ലോകത്തിന് സംഭാവന ചെയ്യുന്ന, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോയി പൊട്ടിത്തെറിച്ച് ചാവേർ ബോംബുകളാകാനുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്ന സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഭരിക്കുന്ന പ്രദേശങ്ങൾ എന്നുള്ളത് അടിവരയിടുന്ന സംഭവമാണ് ഇപ്പോൾ വിമൽലാൽ ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അതല്ലാത്തിടത്തോളം കാലം ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ ഭരണകൂടമോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളോ ഒന്നും തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഭരണകൂടങ്ങളും അന്വേഷണ ഏജൻസികളും ഇവരെ സുരക്ഷിതരായി ഒളിപ്പിക്കാനും അവർക്ക് സുഖമായി താമസിക്കാനും പരിശീലനം നേടാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്.